ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഡിഷ് വളരെ സ്പെഷ്യലാണ്. നമ്മൾ മിക്കവരും ചെട്ടിക്കുളങ്ങര ഭരണിയെന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? ചെട്ടിക്കുളങ്ങര സ്പെഷ്യൽ കൊഞ്ചും മാങ്ങയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോണേട്ടോ. ഉണക്ക കൊഞ്ചും പച്ചമാങ്ങയും തേങ്ങയൊക്കെ ചേർത്തിട്ട് ചെയ്യുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. അതേപോലെ തന്നെ ഒത്തിരി പ്രസിദ്ധമായിട്ടുള്ള ഒരു ഐതിഹ്യം കൂടിയിട്ട് ഈ വിഭവത്തിൻ്റെ പുറകിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനായിട്ടുള്ള ഉണക്ക കൊഞ്ച് റെഡിയാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഉണക്കക്കൊഞ്ച് നമുക്ക് വറുത്തെടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് ഉണക്കക്കൊഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അപ്പോൾ 1.5 കപ്പ് ഉണക്കക്കൊഞ്ചുണ്ട്. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം കഴുകി എടുത്തിട്ടുള്ള കൊഞ്ചാണ് കേട്ടോ. അപ്പോൾ നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് പുകയൊക്കെ വരണത്. കൊഞ്ച് നല്ല ക്രിസ്പി ആയിട്ട് വരണ വരേക്കും നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. കൊഞ്ചിനകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പോയി നല്ല മുരിഞ്ഞ് വരട്ടെ. കണ്ടോ, കുറച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. കൊഞ്ചിനകത്ത് വെള്ളമൊക്കെ പോയിട്ട് കൊഞ്ച് നല്ല ക്രിസ്പിയായി നല്ല മുരിഞ്ഞ് വരുന്നത് അറിയാൻ പറ്റും. അത് നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. കൊഞ്ച് നല്ല സ്റ്റിഫായിട്ട് വരും കേട്ടോ. അപ്പോൾ അന്നേരം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അന്നേരം ഇത് നല്ലോണം മൊരിഞ്ഞിരിക്കുന്നതായതുകൊണ്ട് കൊഞ്ചിൻ്റെ വാലും തലയൊക്കെ പെട്ടെന്ന് അങ്ങ് വിട്ട് വരും. കണ്ടോ, ഇതുപോലെ ക്ലീൻ ആയി കിട്ടും നമുക്ക്. അപ്പോൾ ഇനി നമുക്കിത് പെറുക്കി മാറ്റിയാൽ മതി. കണ്ടോ, ഇത്രയും കൊഞ്ചുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തപ്പോൾ അത് 1.5 കപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കുറയും. അപ്പോൾ കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നല്ല പച്ചമാങ്ങയാണ്. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. നല്ല വലിപ്പമുണ്ട്. കണ്ടോ, നല്ല തക്കിടുമുണ്ട മാങ്ങയാണ്. ഇപ്പോൾ ചെറിയ മാങ്ങയൊക്കെയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 2 മാങ്ങ എടുക്കുക. ഇത് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അധികം വണ്ണവും ഇല്ല, അധികം നീളവും ഇല്ല. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയുണ്ട് കേട്ടോ. പിന്നെ പുളി അനുസരിച്ച് നമുക്ക് മാങ്ങയുടെ അളവ് നമ്മൾ എന്തോരം എടുക്കണം എന്നുള്ളത് അളവ് നിശ്ചയിക്കുക കേട്ടോ. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയ്ക്കാണ്. നിങ്ങൾക്ക് പുളി അധികം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു മാങ്ങയൊക്കെ ചേർത്താൽ മതിയാവും, കുഴപ്പമൊന്നുമില്ല. പുളി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 മാങ്ങ ചേർത്തോളൂ. ഇതിപ്പോൾ നല്ല വലിയൊരു മാങ്ങ ആയതുകൊണ്ടും അത്യാവശ്യം നല്ല പുളിയുള്ളതുകൊണ്ടും ഞാൻ ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മാങ്ങ റെഡിയാണ്. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് സാധാരണ നമ്മൾ വീട്ടിൽ ചമ്മന്തിയൊക്കെ അരയ്ക്കണം മിക്സിയുടെ ചെറിയ ജാറില്ലേ, അതെടുക്കാം. ഇതിലേക്ക് ഒരു 15 മുതൽ 20 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. അരിഞ്ഞിടുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ചതഞ്ഞ് കിട്ടാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. പിന്നെ നമ്മുടെ എരിവനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഇപ്പോൾ നിങ്ങൾ ചേർക്കുന്ന പച്ചമുളകിൻ്റെ എരിവനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണേ. അപ്പോൾ നീളത്തിലുള്ള 2 വലിയ പച്ചമുളകാണ് ഞാൻ ചേർക്കണത്. ഇപ്പോൾ എരിവ് കുറഞ്ഞതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5-6 എണ്ണമൊക്കെ ചേർത്തോളൂ. ഇനി തേങ്ങാപ്പീര വേണം. ഇതിപ്പോൾ ഒരു അരമുറി തേങ്ങ ഞാൻ ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ കൈക്കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2.5 കൈപ്പിടി തേങ്ങയുണ്ട്. നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്തു. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടിയല്ല ഞാൻ ചേർക്കണത്, നല്ല എരിവുള്ള സാധാ മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഓൾറെഡി നമ്മൾ എരിവിനായിട്ട് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ടൊക്കെ ചേർക്കാം കേട്ടോ. ഇനി നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇതിപ്പോൾ സാധാ മുളക് പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിടാം. ഏകദേശം ഒരു 1/4 ടീസ്പൂണിന് താഴെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഒരുപാട് ആദ്യമേ ചേർക്കണ്ട, ചിലപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം. എന്നിട്ട് പിന്നീട് ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാണ്ട് നമുക്കിത് ഒരു ചമ്മന്തി പരുവത്തിൽ അരച്ചെടുക്കാം. നന്നായിട്ട് ചതച്ചെടുക്കുകയും വേണം, എന്നാൽ വല്ലാണ്ട് അങ്ങ് അരഞ്ഞു പോകാനും പാടില്ല. നമ്മൾ മീൻപീരയ്ക്കൊക്കെ ചതച്ചെടുക്കില്ലേ, അതുപോലെ ആ ഒരു പരുവത്തിൽ നമുക്ക് ചതച്ചെടുക്കാം മിക്സിയിൽ. കണ്ടോ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ അടിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് ഒതുക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിലേ അടിയിലത്തെ ഭാഗം മാത്രം നന്നായിട്ട് അരയും, മേലിൽ ഇങ്ങനെ അരയാണ്ട് കിടക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, അപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് വല്ലാണ്ട് അരച്ച് കളയരുത്, എന്നാൽ എല്ലാം നന്നായിട്ട് മിക്സായി ചതഞ്ഞ് വന്നിട്ടുമുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മുടെ അരപ്പും റെഡിയായി. അപ്പോൾ ഇത് നമുക്കൊരു മൺചട്ടിയിൽ ചെയ്യാം കേട്ടോ. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവം ആയതുകൊണ്ട് നമുക്കിതൊരു മൺചട്ടിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അഥവാ നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഇല്ലെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും കടായി യൂസ് ചെയ്യാം. മൺചട്ടിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാനിത് സ്റ്റവിൽ വെച്ചിട്ടില്ല കേട്ടോ, തീ ഓൺ ചെയ്തിട്ടില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ലാസ്റ്റാണ് തീ ഓൺ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇടാം.
പിന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്ക കൊഞ്ച് ചേർക്കാം. കൂടെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമാങ്ങയുടെ കഷ്ണങ്ങളും കൂടിയിട്ട് ചേർക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അങ്ങ് തിരുമ്മി പിടിപ്പിക്കാം. തിരുമ്മുന്നതിനിടയിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നിർബന്ധമില്ല, നമ്മൾ ലാസ്റ്റും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് നമ്മൾ ഓൾറെഡി ഈ തേങ്ങ ചതച്ച സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ഈ തിരുമ്മുന്നതിനിടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അരപ്പെടുത്തിട്ട്. എന്നിട്ട് ഉപ്പ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. അതല്ല ഉപ്പ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. എനിക്ക് ഉപ്പ് പോരാന്നാണ് തോന്നിയത്. അപ്പോൾ ഞാൻ കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്നുകൂടി തിരുമ്മി പിടിപ്പിക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. വേവാൻ പാകത്തിന് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെക്കാം. സ്റ്റൗവിൽ വെക്കുന്നതിനൊപ്പം തന്നെ നമുക്കിതിലേക്ക് വെള്ളം കൂടി ചേർക്കണം. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. അതായത് 250 ml മെഷർമെൻറ്റ് ഗ്ലാസ്സിൽ അല്ലെങ്കിൽ മെഷർമെൻറ്റ് കപ്പിൽ പകുതി വെള്ളം, അതായത് 125 ml വെള്ളം. ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ. പച്ചവെള്ളം ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ചൂടുവെള്ളമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു ലോയിനും മീഡിയത്തിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മൾ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഭയങ്കര ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടിയും കൂടിയിട്ടാണ്. അപ്പോൾ ആ വെള്ളം പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവും, നമുക്ക് പണി കിട്ടും, സാധനം കരിഞ്ഞു പോവും. അപ്പോൾ നിങ്ങളതൊരു മൈൻഡിൽ വെക്കുക. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. ഇത് ഞാൻ ബിഗിനേഴ്സിനോടാണ് പറയണത്, എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരോടല്ല. മൺചട്ടിയിൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. അടി പിടിക്കുന്നില്ലല്ലോ, വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഇതൊരു മീഡിയം തീയിലിരിക്കട്ടെ. ഇതിനകത്ത് ഇപ്പോൾ പറയാനുള്ളത്, നമ്മുടെ തേങ്ങ അരപ്പും അതേപോലെ തന്നെ ഉണക്കക്കൊഞ്ചും അതിന് പ്രത്യേകിച്ച് വേവാനൊന്നും ഇല്ല. പെട്ടെന്ന് അത് ഉണക്കക്കൊഞ്ച് ഓൾറെഡി കുക്ക്ഡാണ്, നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ തേങ്ങയാണെങ്കിലും പെട്ടെന്ന് അങ്ങ് വേവും, ചൂട് തട്ടുമ്പോഴേക്കും അതങ്ങ് വേവും. മാങ്ങയുടെ വേവ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില മാങ്ങ പെട്ടെന്ന് വേവും, ചിലത് കുറേ നേരിട്ട് കുക്ക് ചെയ്താൽ വേവുള്ളൂ. അപ്പോൾ നമ്മൾ ചേർക്കണം മാങ്ങയുടെ വേവ് അനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല വേവുള്ള മാങ്ങയാണേ. അപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി. എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് നമ്മൾ ഈ അടിയിലുള്ള ഭാഗം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുത്തിട്ട് മുകളിലേക്ക് ആക്കി കൊടുക്കാം. വല്ലാണ്ട് ചിലപ്പോൾ നമ്മൾ സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ മാങ്ങയൊക്കെ പെട്ടെന്ന് വേവണതാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങ് പൊടിഞ്ഞു പോവും, അതങ്ങ് കുഴഞ്ഞു പോവും. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് വെന്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്ക് അടച്ചും അതേപോലെ തന്നെ തുറന്ന് വെച്ചിട്ടുമൊക്കെ മാറി മാറി കുക്ക് ചെയ്യാം. വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ വല്ലാണ്ട് വെള്ളം ഒഴിക്കരുത്, കുഴഞ്ഞു പോവും. നമുക്കിത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വല്ലാണ്ട് വെള്ളം ഒഴിച്ചിട്ട് കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോവും. ഇപ്പം നോക്കിയേ, എല്ലാം ഏകദേശം വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്, മാങ്ങയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കേണ്ട. മാങ്ങയൊക്കെ ഏകദേശം ഒരു 3/4 വേവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൂടി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് ഒരു ചെറിയൊരു നനവുണ്ടല്ലോ ഇതിനകത്ത്, അതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. കണ്ടോ, ഇപ്പം നോക്കിയാൽ മാങ്ങയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല നമ്മൾ തൊടുമ്പോഴേക്കും മാങ്ങ ഇങ്ങനെ സോഫ്റ്റായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നന്നായി വെന്തങ്ങ് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാങ്ങയുടെയും അതേപോലെ തന്നെ കൊഞ്ചിൻ്റെയും അരപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ളൊരു നാടൻ സ്മെല്ലങ്ങ് നമുക്ക് കിട്ടും. ഇപ്പോൾ എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്യാനായി. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വയ്ക്കുക ഒരു 5 മിനിറ്റ് നേരത്തേക്ക്. ഇപ്പോൾ ഫ്ലെയിം നമ്മൾ ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അടച്ചു വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും ആ സ്മെല്ലും ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, അപ്പോൾ നമ്മുടെ ചെട്ടിക്കുളങ്ങര സ്റ്റൈൽ കൊഞ്ചും മാങ്ങയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട കഴിക്കാനായിട്ട്, ഇത് മാത്രം മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ എന്നെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.